ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 27 വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അവൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിൻ്റെ അന്ന് അങ്ങാടിയിലേക്ക് സ്വന്തം വാഹനത്തിൽ പോകുന്നതിനിടയിൽ തിരിച്ചു വരുന്നതിനിടയിൽ വലിയ ഒരു ലോറിയുമായി കൂട്ടിമുട്ടി വിവാഹത്തിൻ്റെ അന്ന് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത് 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. കുതിച്ചു പെയ്യുന്ന മഴയ്ക്കിടയിൽ ഒരു കുടുംബത്തിൽ 5 പേർ ഒന്നിച്ചു കുടുങ്ങുകയും 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഒന്നിച്ച് ആ കുടുംബത്തിലെ 5 പേരും മഴവെള്ളത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു. ഈ പറഞ്ഞവരെല്ലാം എവിടേക്കാണ് പോയത്? നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അവരെവിടേക്കാണ് പോയത്? നമ്മൾക്കതിന് പല ഉത്തരങ്ങളും ഉണ്ടാകും. വാഹനത്തിനടിയിലേക്കാണ്, പാറക്കെട്ടുകൾക്കുള്ളിലേക്കാണ്, പല ഉത്തരങ്ങളും നമ്മൾക്കിടയിലുണ്ടാകും. പക്ഷേ സത്യത്തിൽ അവർ എവിടേക്കാണ് പോയത്? ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. അവർ പോയത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ്. അവരിന്ന് കിടക്കുന്നത് അള്ളാഹു ഒരുക്കിയ ബർസഖി ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ്, ഖബറിലാണ്. അവർ എങ്ങനെ മരിച്ചവരാകട്ടെ, അവർ പോയത് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയാണ്. ഇന്നവർ അനുഭവിക്കുന്നത് എന്താകും? 2 അനുഭവമായിരിക്കും അവർ അനുഭവിക്കുക. ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ പ്രവാചകനും സഹാബാക്കൾക്കും അള്ളാഹു തുറന്നു വെച്ചതുപോലെ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു കവാടം തുറന്നു വെച്ച് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഫിറഔനിനോ ഖാറൂനിനോ അവരുടെ ഖബറിൽ അള്ളാഹു നരകത്തിൻ്റെ ഒരു ഭാഗം തുറന്നു വെച്ചതുപോലെ രാവിലെയും വൈകുന്നേരവും നരകശിക്ഷയുടെ ഒരു ഭാഗം അവർ അനുഭവിച്ചിട്ടുണ്ടാകാം, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഈ 2 അവർ അനുഭവിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന് അനുഭവിക്കുന്ന 2 അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്? ഫരീഖുൻ ഇലൽ ജന്ന വ ഫരീഖുൻ ഇലസ് സഈർ. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്, മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോവുകയാണ്. എന്തടിസ്ഥാനത്തിലാണ്? ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ പ്രൊഫഷണൽ ജോലി തിരക്കുകൾക്കിടയിൽ, നമ്മുടെ കുടുംബവുമായിട്ടുള്ള ടൂറുകൾക്കിടയിൽ, നമ്മളുടെ ജീവിതത്തിൽ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾക്കിടയിൽ അള്ളാഹു നമ്മളോട് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ആരാധനകൾ, അള്ളാഹു നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ ദീനിന്റെ പാഠങ്ങൾ, അള്ളാഹു നമ്മളോട് ചിലവഴിക്കാൻ വേണ്ടി പറഞ്ഞ സമ്പത്തിന്റെ ബാധ്യതകൾ, അള്ളാഹു നമ്മളോട് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ബന്ധത്തിന്റെ പവിത്രതകൾ, അള്ളാഹു നമ്മളോട് ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഹറാമിന്റെ മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും പഠിക്കുവാനും ബന്ധമുണ്ടാക്കുവാനും ആര് ശ്രമിച്ചുവോ അവന് സ്വർഗത്തിന്റെ കവാടം ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും.